പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ കെഎസ്ആർടിസി ബസ്സിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. വരാക്കര സ്വദേശി അൻസിലാണ് മരിച്ചത്. കൊരട്ടിയിൽ ബംഗാൾ സ്വദേശി കാറിടിച്ചു മരിച്ചു. SSLC ഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. 61,449 കുട്ടികൾക്ക് ഫുൾ A+. 2331 സ്കൂളുകൾക്ക് 100% വിജയം. മാളക്കടവിന്റെ പുനരുദ്ധാരണം ലക്ഷ്യമാക്കി മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ മാളയുടെ ടൂറിസം ഭൂപടത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുമെന്ന് VR സുനിൽകുമാർ MLA. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസ്സിൽ ബൈക്ക് ഇടിച്ചു കയറി ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതരമായ പരിക്കേറ്റു. വരാക്കര സ്വദേശി മേച്ചേരിപ്പടി വീട്ടിൽ ആൻസിന്റെ മകൻ 19 വയസ്സുള്ള ആൻസ്റ്റിനാണ് മരിച്ചത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശി വെണ്ണാട്ടുപറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള അലനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അലൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു അപകടം. ചാലക്കുടിയിൽ നിന്നും മുളങ്ങുന്നത്തുകാവിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടയിൽ ആമ്പലൂരിൽ നിന്ന് വന്നിരുന്ന ബൈക്ക് ബസ്സിൽ ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അൻസ്റ്റിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാതെ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കടക്കുന്നതും തിരിച്ചു പോകുന്നതും മൂലം നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മീഡിയ ടൈം, പുതുക്കാട്. SSLC പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. 4,24,583 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 99.5% വിദ്യാർത്ഥികൾ വിജയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിജയം കഴിഞ്ഞ വർഷത്തെക്കാളും 1% കുറവാണ്. കഴിഞ്ഞ വർഷം 99.69% വിജയം. എല്ലാ വിഷയത്തിലും 61,449 പേർ A+ നേടി. പാല, മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലകളാണ് 100% വിജയം. ആറ്റിങ്ങലാണ് വിജയ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല. റവന്യൂ ജില്ലകളിൽ ഏറ്റവും അധികം വിജയം നേടിയത് കണ്ണൂർ, 99.87% വിജയം. കുറവ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ A+ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്, 4115 വിദ്യാർത്ഥികൾ. ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതിയത്. മാള ഉപജില്ലയിൽ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂൾ, ഐരാണിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് GHS, അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ആളൂർ RMHSS, ആളൂർ സെന്റ് ജോസഫ് EMHSS, പുത്തഞ്ചിറ GVHSS, മാള സൊക്കോർസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, തുമ്പൂർ RHS, വൈന്തല സെന്റ് മേരീസ് HS, മേലടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ, മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ, പൊയ്യ AKM HSS, സ്നേഹഗിരി ഹോളി ചൈൽഡ്, പുത്തഞ്ചിറ THS, സെന്റ് ആന്റണീസ് HS, സൗത്ത് താണിശ്ശേരി, കുഴൂർ GHS എന്നീ സ്കൂളുകൾ 100% വിജയം കരസ്ഥമാക്കി. SSLC ഫലം പ്രഖ്യാപിച്ചപ്പോൾ തീരദേശത്തെ സ്കൂളുകൾക്കും മികവാർന്ന വിജയം. മതിലകം സെന്റ് ജോസഫ് സ്കൂൾ, OLFGHSS മതിലകം, RMVHSS പെരിഞ്ഞനം, ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ കയ്പമംഗലം, സെന്റ് ആൻസ് സ്കൂൾ എടത്തിരുത്തി, VPM SNDP ഹയർ സെക്കൻഡറി സ്കൂൾ കഴിമ്പ്രം എന്നീ സ്കൂളുകൾ 100% വിജയം നേടി. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ 565 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 96 കുട്ടികൾ ഫുൾ A+ നേടി. OLFGHSS സ്കൂളിൽ പരീക്ഷ എഴുതിയ 212 പേരും വിജയിച്ചു. 49 കുട്ടികൾ ഫുൾ A+ നേടി. പെരിഞ്ഞനം RMVHSS സ്കൂളിൽ 230 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. 11 കുട്ടികൾ ഫുൾ A+ നേടി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ പരീക്ഷ എഴുതിയ 55 പേരും വിജയിച്ചു. 13 കുട്ടികൾ ഫുൾ A+ നേടി. എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂളിൽ പരീക്ഷ എഴുതി 156 കുട്ടികൾ വിജയിച്ചു. 39 കുട്ടികൾ ഫുൾ A+ നേടി. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 204 കുട്ടികളാണ് പരീക്ഷ എഴുതി വിജയിച്ചത്. 33 കുട്ടികൾ ഫുൾ A+ നേടി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ 475 പേർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തെങ്കിലും 474 പേരാണ് പരീക്ഷ എഴുതിയത്. പരീക്ഷ എഴുതിയ മുഴുവൻ പേരും വിജയിച്ചു. 48 കുട്ടികൾ ഫുൾ A+ നേടി. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 32 കുട്ടികളിൽ 31 പേരും വിജയിച്ചു. 2 കുട്ടികൾ ഫുൾ A+ നേടി.
SSLC പരീക്ഷയിൽ കൊടുങ്ങല്ലൂർ മേഖലയ്ക്കും മികച്ച വിജയം. തീരമേഖലയിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങളും 100% വിജയം നേടി. കോട്ടപ്പുറം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, അഴീക്കോട് സീതി സാഹിബ് സ്മാരക ഹൈസ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ ഓരോ വിദ്യാർത്ഥികൾ വീതം പരാജയപ്പെട്ടു. കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 47 ഫുൾ A+ നേടി കൊടുങ്ങല്ലൂർ മേഖലയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി. പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 45 ഫുൾ A+, കോട്ടപ്പുറം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ 39 ഫുൾ A+, എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ 17 ഫുൾ A+, അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ 17 ഫുൾ A+, പുല്ലൂറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 12 A+, എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 4 ഫുൾ A+ എന്നിങ്ങനെയാണ് മറ്റു വിദ്യാലയങ്ങളുടെ നേട്ടം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാളക്കടവിന്റെ പുനരുദ്ധാരണം ലക്ഷ്യമാക്കി മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായി മണ്ണു പരിശോധനയും അനുബന്ധ നടപടികളും സർക്കാർ ആരംഭിച്ചു. ബജറ്റിൽ 4.5 കോടി വകയിരുത്തിയിട്ടുള്ള പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ മാളയുടെ ടൂറിസം ഭൂപടത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുമെന്ന് VR സുനിൽകുമാർ MLA മീഡിയ ടൈമിനോട് പറഞ്ഞു. മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് പൈതൃക പദ്ധതിയും അതോടൊപ്പം തന്നെ മാള ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് മാളക്കടവും അതുപോലെ തന്നെ ബോട്ട് ജെട്ടിയും അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അഡീഷണൽ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിൻ്റെ ഡെപ്ത് പരിശോധിക്കുന്നതിലേക്ക് കടന്നിട്ടുള്ളത്. ഈ പദ്ധതിക്ക് കേരള ബഡ്ജറ്റിൽ 2 ടേമായിട്ട് 4.5 കോടി രൂപയാണ് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ടൂറിസം സാധ്യതകളെയും അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യതകളും അതോടൊപ്പം നമ്മുടെ മാളയുടെ മുഖച്ഛായ തന്നെ മാറ്റപ്പെടുന്നൊരു രീതിയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. പഴയ കാലഘട്ടത്തിൻ്റെ ആ ചരിത്രം തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഉള്ളൊരു ശ്രമം കൂടിയാണ്. ആദ്യമൊക്കെ പഴയ ആ കാലഘട്ടത്തിൽ ഇതിലൂടെയാണ് നമ്മുടെ കച്ചവടം ഉൾപ്പെടെ നടന്നിട്ടുള്ള ആ ചരിത്രം നമ്മുടെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് വിവിധങ്ങളായിട്ടുള്ള രീതിയിലേക്ക് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം മേഖലകളിലേക്കും ചരിത്രവും അറിയുവാനുള്ള ഒരു വേദിയായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ഈ അഡീഷണൽ ഇറിഗേഷൻ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് 2 ദിവസങ്ങളായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. പാലപ്പിള്ളി കുണ്ടായിൽ പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട മൂരിക്കുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്ക് സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഗദീജിയുടെ മൂരിക്കുട്ടിയാണ് ചത്തത്. ഇന്നലെ പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയത്. പാടിയോട് ചേർന്നുള്ള തൊഴുത്തിലാണ് പുലിയിറങ്ങിയത്. പുലർച്ചെ പശുവിനെ കറക്കാനെത്തിയ വീട്ടുകാരാണ് മൂരിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. 1 മാസം പ്രായമായ മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. ബുധനാഴ്ച രാത്രി പ്രദേശത്തിറങ്ങിയ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു. റോഡ് മുറിച്ചു കടന്ന് തോട്ടത്തിലേക്കാണ് പുലി പോയതെന്ന് പറയുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 1 മാസം മുൻപ് കുണ്ടായി പ്രദേശത്തിറങ്ങിയ പുലി പശുക്കളെ ആക്രമിച്ചിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതിയിൽ പുലിയെ കണ്ടെത്താൻ വനവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. തോട്ടം മേഖലയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. മീഡിയ ടൈം, തൃശൂർ. കുഴൂർ കൊച്ചുകടവ് ആലമറ്റം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. 527.44 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. കുഴൂർ, പുത്തൻവേലിക്കര എന്നീ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കൊച്ചുകടവ് കുണ്ടൂർ ആലമറ്റം റോഡ് കൊടുങ്ങല്ലൂർ കുഴൂർ നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിൽ കൊച്ചുകടവിൽ നിന്നും തുടങ്ങി കുണ്ടൂർ വഴി ആലമറ്റം റോഡിലെ കണക്കൻ കടവിൽ അവസാനിക്കുന്ന റോഡിന്റെ നീളം 5.712 കിലോമീറ്ററാണ്. കാസർഗോഡിനേക്കാൾ വികസന കാര്യങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കാറില്ല. പഞ്ചായത്ത്, MP, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം അത് സർവോപരി നാട്ടുകാരുടെ കൂടി പിന്തുണയുള്ള പ്രദേശമാണ്. പ്രധാനമന്ത്രിയുടെ ഗ്രാം സഡക്ക് യോജന പ്രകാരം സംസ്ഥാനത്ത് റോഡുകൾ പുനരുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത്. 527.44 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്.
വി.ആർ. സുനിൽകുമാർ എം.എൽ.എ. അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, കുഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല, ബിജി വിൽസൺ, പി.എസ്. സന്തോഷ് കുമാർ, സിൽവി സേവ്യർ, പി.കെ. ബിജു, പഞ്ചായത്ത് അംഗം റോസ്മി രാജു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ.വി. സംഗീത എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ മാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മാമ്പഴ മഹോത്സവം ഘോഷയാത്രയുടെ തുടക്കമായി. ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. മാംഗോ ഫെസ്റ്റിന്റെയും സ്റ്റാളുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് എം.എസ്. മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ചെയർമാൻ ഡോക്ടർ എൻ. അനിൽകുമാർ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതിയുടെ പ്രകാശനം നിർവഹിച്ചു. അൽഫോൻസ, മൽഗോവ, തോത്താപൂരി, ചിന്തൂരി, കൊളമ്പ്, തത്തമ്മ ചുണ്ടൻ, കൽക്കണ്ട വെള്ളരി, മൽപ്പീലിയൻ, ഹിമസാഗർ, ഞെട്ടുളിയൻ തുടങ്ങി 300 ഇനം പ്രാദേശിക മാങ്ങകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്ന മാമ്പഴ സ്റ്റാളിന്റെ ഉദ്ഘാടനം ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി. ബാലകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ ജെ.എസ്. മിനിമോൾ, 100 വയസ്സ് കഴിഞ്ഞ മുത്തശ്ശിമാവിന്റെ ഉടമ ഭാഗ്യലക്ഷ്മി ടീച്ചർക്കും 65 ഇനം മാവുകൾ സംരക്ഷിക്കുന്ന അഷ്റഫ് മായയെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള അന്വേഷണാത്മക ഉപന്യാസ മത്സര പരിപാടികളും നടത്തി. സൂക്ഷ്മമായ കരുതലുകളിലൂടെ പ്രാദേശിക വിഭവങ്ങളെ ജനങ്ങളുടെ ആരോഗ്യവുമായും വരുമാനമായും വിപണി മൂല്യങ്ങളായും മാറ്റുന്ന സാധ്യതകളെ ശാസ്ത്രീയ അറിവിലൂടെയും വിദഗ്ധ സഹായത്തിലൂടെയും പൊതുജനത്തിനായി അനാവരണം ചെയ്യുകയാണ് മാമ്പഴ മഹോത്സവം ലക്ഷ്യമിടുന്നത്. പ്രദർശന വിൽപ്പന സ്റ്റാളുകളും കുടുംബശ്രീ ഫുഡ് കോർട്ട്, ബയോഡൈവേഴ്സിറ്റി സ്റ്റാൾ എന്നിവ പ്രവർത്തിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൊബൈൽ മണ്ണ് പരിശോധനയുടെ ഉദ്ഘാടനം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി, സംഘാടക സമിതി വൈസ് ചെയർമാൻ കെ അബിദലി, ടി രമേഷ് ബാബു, പി ഗോപിനാഥൻ, CDS ചെയർപേഴ്സൺ ആമിന അൾവർ, ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, സെക്രട്ടറി രഹന പി ആനന്ദ്, കെ അയൂബ്, പി നൌഷാദ്, വാർഡ് മെമ്പർ ശീതൽ TS, ഡോക്ടർ അമിത ബച്ചൻ, കെ രഘുനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകളിലേക്ക്. അന്നമനട പുളിക്കക്കടവിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് വിവരം. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പുഴയ്ക്ക് സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് യുവാവിന്റെ മൃതദേഹം പുഴയിലെ പുല്ലിൽ തടഞ്ഞു നിൽക്കുന്ന രീതിയിൽ കണ്ടത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്തു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പണ്ടുകാലങ്ങളിൽ യുദ്ധം നടന്നിരുന്നത് ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് യുദ്ധം നടക്കുന്നതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. പറവൂർ SNDP യൂണിയന്റെ 1ാം ദിവസം ശ്രീനാരായണ ദർശനോത്സവം നന്ദിയട്ടംകുന്നം SNV സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് ഗുരു ഈ ലോകത്തിന് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിയത്. പക്ഷേ പലരും ഗുരു സന്ദേശങ്ങൾ വളച്ചൊടിച്ച് ദുർവിനിയോഗം ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി, യോഗം കൗൺസിലർ ഷീബ, യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS ജയരാജ്, MP ബിനു, ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ദർശനോത്സവം ഞായറാഴ്ച സമാപിക്കും. സമാപന സമ്മേളന യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. മാള ബ്ലോക്ക് പഞ്ചായത്ത് വജ്ര ജൂബിലി ഫെലോഷിപ്പ് സൗജന്യ കലാപരിശീലന ഉദ്ഘാടനവും മെഗാ ജോബ് ഫെയർ സെലക്ഷൻ സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കുറേ കുട്ടികൾ അതിൽ പങ്കെടുത്തിരുന്നു. ഈ വർഷം ഇതിൻ്റെ ക്ലാസ് 5 പഞ്ചായത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് നടത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും ഈ പ്രദേശങ്ങളിൽ ആഗ്രഹമുള്ളവർക്കെല്ലാം ഇതിൽ പേര് രജിസ്റ്റർ ചെയ്യാം. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും അവരുടെ അമ്മമാർക്കും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ഏറ്റവും മികച്ച പരിശീലനം ലഭിക്കട്ടെ എന്നും നിങ്ങൾ ഏറ്റവും മികച്ച കലാകാരനും കലാകാരികളായി തീരട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു.
അതുപോലെ തന്നെ ഇന്ന് 2 പരിപാടികളാണ്. രണ്ടാമത്തെ പരിപാടി വിജ്ഞാനയാത്ര ജോബ് ഫെയറിന്റെ ഭാഗമായിട്ട് സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇവിടെ നടത്തുന്നത്. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമൻ അധ്യക്ഷത വഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കൂബ് എന്നിവർ സംസാരിച്ചു. മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സംബന്ധിച്ചു. അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന KK പൈങ്കി മാസ്റ്റർ ജന്മശതാബ്ദി സംഗമം മെയ് 11 കുറ്റിച്ചിറയിൽ നടക്കും. ഗാന്ധി സ്ക്വയറിൽ രാവിലെ 8 പൈങ്കി മാസ്റ്ററുടെ സഹപ്രവർത്തകനായിരുന്ന തച്ചനാടൻ അപ്പു ശതാബ്ദി ദീപം തെളിയിക്കും. തുടർന്ന് വിളംബരം, ഉച്ചയ്ക്ക് 2 പുഷ്പാർച്ചന, തുടർന്ന് കലാപരിപാടികൾ. വൈകിട്ട് 6 നടക്കുന്ന പൊതുസമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. സനീഷ് കുമാർ ജോസഫ് MLA, ജനറൽ കൺവീനർ TM രതീശൻ, ER സന്തോഷ്, KC ശിവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്കിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ പൊതുനന്മ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് ശീതീകരണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്ത് നവീകരിച്ച് നൽകി. ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചിട്ടുള്ളതാണ് താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ്. ഇപ്പോൾ വാർഡ് പൂർണ്ണമായി ശീതീകരിക്കുന്നതടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും 5,20,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ബാങ്ക് ഭരണസമിതി പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുന്നത്. 2015-16 സാമ്പത്തിക വർഷത്തിലും ബാങ്ക് ബ്ലോക്കിന്റെ നവീകരണം നടത്തിയിട്ടുള്ളതാണ്. കാലാകാലങ്ങളിൽ ബ്ലോക്കിന്റെ സ്ത്രീകളുടെയും നവീകരണ പ്രവർത്തനങ്ങളെയും വാർഡിലെ പ്രധാന ആവശ്യങ്ങളെല്ലാം ബാങ്ക് ഏറ്റെടുത്ത് ചെയ്തു വരാറുണ്ട്. ആശുപത്രി അങ്കണത്തിൽ ഒരുക്കിയ ലളിതമായ ചടങ്ങിൽ വെച്ച് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് KM മുഹമ്മദ് നവാസ് നവീകരണം പൂർത്തിയാക്കിയ വാർഡ് നാടിന് സമർപ്പിച്ചു. ബാങ്ക് വൈസ് ചെയർമാൻ KK സുരേന്ദ്രൻ, മുൻ ചെയർമാൻ VK ബാലചന്ദ്രൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, ജനറൽ മാനേജർ സനിൽ ചാക്കോ എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ ആംബുലൻസ് പ്രവർത്തകരുടെ സംഘടനയായ ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 7ാം സംസ്ഥാന സമ്മേളനം മെയ് 10 ശനിയാഴ്ച പറവൂർ സണ്ണി കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനു സാമുവൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. അനു സാമുവൽ അധ്യക്ഷനാകും. ഹൈബി ഈഡൻ MP മുഖ്യപ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. വരാക്കര സ്വദേശി അൻസിലാണ് മരിച്ചത്. കൊരട്ടിയിൽ ബംഗാൾ സ്വദേശി കാറിടിച്ചു മരിച്ചു. SSLC ഫലം പ്രഖ്യാപിച്ചു. 99.5% വിജയം. 61,449 കുട്ടികൾക്ക് ഫുൾ A+. 2,331 സ്കൂളുകൾക്ക് 100% വിജയം. മാളക്കടവിന്റെ പുനരുദ്ധാരണം ലക്ഷ്യമാക്കി മുസ്രീസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നു. പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ മാളയുടെ ടൂറിസം ഭൂപടത്തിൽ കാര്യമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുമെന്ന് VR സുനിൽകുമാർ MLA. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.